സ്റ്റോറി മന്ത്രത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ ലില്ലി ഭാഗം 5. ചാൾസിന് എന്താ കുടിക്കാനെടുക്കേണ്ടത്, ടീ ഓർ കോഫി? അയാളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ മെർലിൻ ചോദിച്ചു. ചാൾസ് ലീറോയ് ഒന്ന് പുഞ്ചിരിച്ചു. കോഫി മതി. 1 മിനിറ്റ്. മെർലിൻ വേഗം അകത്തേക്ക് പോയി. ലോറൻസിന്റെ മുറിയിലേക്കാണ് അവൾ ചെന്നത്. ജനാലയിലെ അടുത്തേക്ക് കസേര നീക്കിയിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അദ്ദേഹം. പപ്പ, അവൾ വിളിച്ചു. അദ്ദേഹം മുഖം തിരിച്ചു നോക്കി. ചാൾസ് വന്നിട്ടുണ്ട്. എന്തിന്? മനസ്സിലാകാത്ത മട്ടിൽ അദ്ദേഹം ചോദിച്ചു. ആ പഴയ പ്രപ്പോസൽ, അതിന്റെ മറുപടി അറിയാനാണ്. നീ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. നമുക്കത് കൺസിഡർ ചെയ്താലോ പപ്പ? ആശ്ചര്യത്തോടെ ലോറൻസും അവളുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ കാര്യത്തിൽ നിനക്കൊട്ടും താല്പര്യമില്ലെന്നല്ലേ എന്നോട് പറഞ്ഞത്? എന്നിട്ടിപ്പോ എന്താ പെട്ടെന്നൊരു മനംമാറ്റം? മെർലിൻ മുഖം കുനിച്ചു നിന്നു. അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. എനിക്ക് മനസ്സിലായി. അശോകിനോട് പകരം വീട്ടാൻ ആഗ്രഹിക്കുകയാണ് നീ, അല്ലേ? അവൾ മിണ്ടിയില്ല. ഫൂളിഷ്നെസ്സാണ് മോളെ. ഇഷ്ടമുള്ള ഒരാളിനോട് ഇഷ്ടമില്ലാതായപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരാളിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് മണ്ടത്തരമാണ്. പപ്പ, അങ്ങോട്ടൊന്ന് ചെന്ന് കമ്പനി കൊടുക്കൂ. ചാൾസ് ഒറ്റയ്ക്കിരിക്കുകയാണ് ഡ്രോയിങ് റൂമിൽ. ഓക്കെ, ഞാൻ പോകാം. മെർലിൻ കിച്ചണിലേക്ക് ചെന്നു. കാപ്പി ഉണ്ടാക്കുമ്പോൾ അവൾ ആലോചിച്ചു, അശോകിനോട് പകവീട്ടാനാണോ താൻ ചാൾസ് റോയെ വിവാഹം കഴിയാൻ തയ്യാറാകുന്നത്? താൻ നഷ്ടപ്പെടുമ്പോൾ അശോക് വേദനിക്കുമെന്നും അങ്ങനെ അയാൾ ശിക്ഷിക്കാൻ സാധിക്കുമെന്നും വിചാരിക്കുന്നത് കൊണ്ടാണോ? മെർലിൻ 2 കപ്പുകളിലേക്ക് കാപ്പി പകർന്നു. ട്രേയിൽ എടുത്തു വച്ച കപ്പുകളുമായി അവൾ സ്വീകരണ മുറിയിലേക്ക് ചെന്നു. ബാംഗ്ലൂരിലെ കുതിരപ്പന്തയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ലോറൻസും ചാൾസും. അവളെ കണ്ടതോടെ അവരുടെ സംസാരം പെട്ടെന്ന് നിന്നു. കോഫി. ചാൾസിന്റെ അടുത്തേക്ക് ചെന്ന് അല്പമൊന്ന് കുടിഞ്ഞ് അവൾ ട്രേ അയാളുടെ മുന്നിലോട്ട് നീക്കി. അയാൾ എപ്പോഴോ ഉപയോഗിച്ച പെർഫ്യൂമിന്റെ ഗന്ധം അവൾക്ക് അപ്പോൾ അനുഭവപ്പെട്ടു. അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചാൾസ് കാപ്പി എടുത്തു. 2ാമത്തെ കപ്പ് അവൾ ലോറൻസിന് കൊടുത്തു. ഗുഡ് കോഫി. കാപ്പിയൊന്ന് മൊത്തിയിട്ട് ചാൾസ് അഭിനന്ദിച്ചു. മെർലിൻ നല്ലൊരു കുക്കാണ്, പക്ഷെ അവളുടെ താല്പര്യങ്ങൾക്ക് ആയുസ് കുറവാണ്, ലോറൻസ് പറഞ്ഞു. അർത്ഥം വെച്ചാണ് പപ്പ സംസാരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. താല്പര്യങ്ങൾ മാറി മാറി വരുന്നത് നല്ലതാണ്. ജീവിതത്തിൽ ബോറടി അനുഭവപ്പെടുകയില്ല. ചാൾസ് അവളുടെ പക്ഷം തീർന്നു. പക്ഷേ ഒരു കാര്യം, നമ്മൾ തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്ന് മാറരുത്. അത് നമ്മുടെ വിശ്വാസ്യത ഇല്ലാതാക്കും. വീണ്ടും പപ്പ. അങ്കിൾ, വാട്ട് ഐ സേയിങ് ഈസ് ട്രൂ. പക്ഷേ സാഹചര്യമനുസരിച്ച് നമ്മൾ മാറണം. അതിൽ തെറ്റൊന്നുമില്ല. ഒഴിഞ്ഞ ട്രേ താഴ്ത്തിപ്പിടിച്ച് നിശബ്ദയായി നിന്നതേയുള്ളൂ മെർലിൻ. നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. ഞാനിപ്പോ വന്നത്, മെർലിന്റെ കാര്യത്തിൽ എനിക്കൊരാഗ്രഹമുണ്ടെന്ന് മുമ്പൊരിക്കൽ അങ്കിളിനോട് സൂചിപ്പിച്ചിരുന്നല്ലോ. ഒരു മറുപടി എനിക്കിതുവരെ കിട്ടിയില്ല. ചാൾസ് ലോറൻസിന്റെയും മെർലിന്റെയും മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി. മെർലിന്റെ തീരുമാനം എന്റെ തീരുമാനം. സോ യു ടോക്ക് വിത്ത് ഹെർ. ലോറൻസ് മെല്ലെ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് നടന്നു. നൗ ദി ബോൾ ഈസ് ഇൻ യുവർ കോർട്ട് മെർലിൻ, ചാൾസ് പറഞ്ഞു. മൈ ആൻസർ ഈസ് പോസിറ്റീവ്, അവൾ പറഞ്ഞു. എന്നുവെച്ചാൽ? വിശ്വാസം വരാതെ അയാൾ അവളെ നോക്കി. എനിക്ക് സമ്മതമാണ്. ജീസസ്, യു ആർ ഗ്രേറ്റ്. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിന് അവിടുന്ന് ഫലം തന്നല്ലോ. ചാൾസ് ആഹ്ലാദത്തോടെ മെല്ലെ എഴുന്നേറ്റു. ഞാനിനി എന്താ ചെയ്യേണ്ടത്? ബന്ധുക്കളോട് സംസാരിക്കുക, പിന്നെ പപ്പയുമായി ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നൗ ഐ ആം ദി ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദി വേൾഡ്. താങ്ക് യു മെർലിൻ. യു ഡോണ്ട് നോ ഹൗ മച്ച് ഐ ലവ് യു. താങ്ക് യു. ചാൾസ് ഒരു ചെറുപ്പക്കാരന്റെ ചുറുചുറുക്കോടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. വെളിയിൽ മൂടൽമഞ്ഞുണ്ടായിരുന്നു. മഞ്ഞിലൂടെ അയാളുടെ ചുവപ്പ് നിറമുള്ള കാർ ലൈറ്റുകൾ തെളിയിച്ച് മെല്ലെ ഓടിപ്പോകുന്നത് നോക്കി മെർലിൻ നിന്നു. അല്പമെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അശോക്. ആകാശം നിറയെ നക്ഷത്രങ്ങളുണ്ടായിരുന്നു. മുകളിലേക്ക് നോക്കി അവയുടെ മിന്നിത്തിളക്കം കണ്ട് അശോക് ഇരുന്നു. രാവിലെ തന്നെ പോണം നിനക്ക്? കാതറിൻ ചോദിച്ചു. പോണം അമ്മ. നൈറ്റ് ഡ്യൂട്ടിയുടെ സമയമാകുമ്പോഴേക്ക് എനിക്കവിടെ ചെല്ലണം. രാത്രി ഭക്ഷണം കഴിഞ്ഞ് മുറ്റത്തെടുത്തിട്ട കസേരകളിൽ ഇരിക്കുകയായിരുന്നു 2 പേരും. നീ എന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ആ ഹോസ്പിറ്റലും ആ പ്രദേശവും ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഞാൻ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. റിസൈൻ ചെയ്തു പോരണമെങ്കിൽ 2 മാസം മുന്നേ മാനേജ്മെന്റിനെ അറിയിക്കും. മറ്റന്നാൾ ഞാൻ അത് എഴുതി കൊടുക്കും. കാതറിൻ അത്ഭുതത്തോടെ അയാളെ നോക്കി. നില ഉണ്ടായിരുന്നെങ്കിലും അയാളുടെ മുഖത്തെ ഭാവം അവർക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എങ്ങനെ തോന്നാൻ കാരണം? കാതറിൻ ചോദിച്ചു. ഞാൻ
എന്നും കൂടെ ഉണ്ടാവണമെന്നല്ലേ മമ്മയുടെ ആഗ്രഹം? അശോക്, എന്നോട് നുണ പറയരുത്. മെർലിനല്ലേ നിന്റെ പുതിയ തീരുമാനത്തിന് കാരണക്കാരി? മറുപടി പറയാതെ അശോക് ഒരു നിമിഷം ഇരുന്നു. അവളെ ഇനി മുഖാമുഖം കാണാൻ നീ ആഗ്രഹിക്കുന്നില്ല? അതെ മമ്മി, അവൾ എന്നെ ശത്രുവിനെ പോലെ കാണൂ. സത്യത്തിൽ എന്താണ് ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ നടന്നതെന്ന് പറഞ്ഞാലും ഇനി അവൾക്കത് വിശ്വാസമാവുകയില്ല. അയാൾ പറഞ്ഞു, എല്ലാം ഞാൻ കാരണം. യോ മമ്മ, അങ്ങനെയല്ല. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫേറ്റ്. വിധിയാണ്. മാമ്പഴം കഷ്ണങ്ങളാക്കി 2 പ്ലേറ്റ് നിറയെ അപ്പോൾ മേരി കൊണ്ടുവന്നു. അൽഫോൺസിയ നമ്മുടെ മാവിലുണ്ടായത്, കാതറിൻ പറഞ്ഞു. അശോക് അത് കൈനീട്ടി വാങ്ങി. മേരി പോയി. രാത്രിയും പകലും അമ്മയ്ക്ക് കൂട്ട് സ്വീറ്റിയും മേരിയുമാണ്. പകൽ നേരത്തെ കൃഷിയിടത്തിൽ 4-5 പണിക്കാരും കാണും. കഴിഞ്ഞ ആഴ്ച ഞാൻ ടൗണിൽ പോയപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ വെച്ച് അഡ്വക്കേറ്റ് റോണി റാഫേലിനെ ആക്സിഡന്റലായി കണ്ടിരുന്നു. നിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചു, കാതറിൻ പറഞ്ഞു. അശോക് ഒന്നും മിണ്ടാതെ മാമ്പഴ കഷ്ണങ്ങൾ സ്പൂൺ കൊണ്ട് കോരി തിന്നുകൊണ്ടിരുന്നു. വക്കീൽ നിനക്കൊരു കല്യാണാലോചന കൊണ്ടുവന്നിരിക്കുന്നു. എവിടുന്ന്? അയാൾ ചോദിച്ചു. എറണാകുളത്തെ പെൺകുട്ടിയുടെ വീട്. ഡോക്ടറാ. നിന്നെക്കുറിച്ച് വക്കീൽ അവരോട് പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് താല്പര്യമുണ്ട്. അയാൾ ഒന്നും മിണ്ടിയില്ല. നിന്നോട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കാമെന്ന വക്കീലിനോട് ഞാൻ പറഞ്ഞത്. ഒന്ന് വിളിക്കട്ടെ പുള്ളിയെ? കാതറിൻ പ്രതീക്ഷയോടെ ചോദിച്ചു. വേണ്ട മമ്മ, ഞാൻ പറയാം. എന്നിട്ട് മതി. ഒക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ ഇനി അധികം നീട്ടണ്ട. അല്പനേരം കൂടി സംസാരിച്ചിരുന്നിട്ട് കാതറിൻ എഴുന്നേറ്റ് പോയി. ആകാശത്തെ നക്ഷത്രങ്ങൾ നോക്കി അശോക് ഇരുന്നു. പിന്നെ അയാൾ കസേരകൾ 2 എടുത്ത് വരാന്തയിൽ കൊണ്ടുവന്നിട്ടു. മുൻവാതിലടിച്ച് ബോൾട്ടിട്ടിട്ട് ലൈറ്റുമണച്ച് അശോക് സ്വന്തം മുറിയിൽ ചെന്നപ്പോൾ സ്വീറ്റി ബെഡ്ഷീറ്റും തലയണയുറയും മാറ്റിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പണിയൊക്കെ അവിടെ ആരാണ് ചെയ്തു തരുന്നത്? പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. ഞാൻ തന്നെ. വാഷിങ്ങോ? അതും സ്വയം. കുക്കിംഗ്? ക്യാൻറ്റീനുണ്ട് ഹോസ്പിറ്റലിൽ. അല്ലാത്ത സമയത്ത് ഒരു തമിഴ് സ്ത്രീ വന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിത്തരും. ചെറുപ്പക്കാരിയാണോ? ചോദിച്ചിട്ട് സ്വീറ്റി കുലുങ്ങിച്ചിരിച്ചു. അപ്പോൾ ചുമലപ്പം വരെ കിടന്നു നിന്ന അവളുടെ മുടി ഇളകിത്തുള്ളി. അവളുടെ വലിയ മാറിടങ്ങളും ഉലഞ്ഞു. പൈജാമയും പിടിച്ചിടക്കുന്ന പച്ച ടീഷർട്ടുമാണ് സ്വീറ്റ് ധരിച്ചിരുന്നത്. ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് അവൾ അശോകിനെ അഭിമുഖീകരിച്ചു. ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞില്ലേ? കളിയല്ല, സീരിയസ് ആയിട്ടാ പറഞ്ഞത്. എന്ത് കാര്യം? അശോകിന്റെ കൂടെ ഞാനും വരാം. നല്ല കറികളും ചോറും ഉണ്ടാക്കിത്തരാം. തുണി അലക്കിത്തരാം. വീട് വൃത്തിയാക്കാം. പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. അയാളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് അവൾ പറഞ്ഞത്. അശോക് ഒന്ന് പുഞ്ചിരിച്ചു. വൈകിപ്പോയല്ലോ സ്വീറ്റി. അതെന്താ, വേറെ ആരെങ്കിലും? അല്ല, ഞാൻ അവിടെ നിന്ന് പോരുകയാണ്. എനിക്ക് മടുത്തു ആ സ്ഥലം. എന്നിട്ട് ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നേ? ഇവിടെ അടുത്തെവിടെങ്കിലും? അപ്പോൾ താമസം എവിടെയായിരിക്കും? അതെ, എൻ്റെ മമ്മയോടൊപ്പം. നിരാശ മറച്ചുവെച്ച് സ്വീറ്റ് ചിരിച്ചു. ദാറ്റ് ഈസ് എ ഗുഡ് ഐഡിയ. ആഗ്രഹിച്ചതൊന്നും നേടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നേടിയത് പലതും കൈവിരലുകൾക്കുള്ളിലൂടെ ഊർന്നു പോയിട്ടേയുള്ളൂ. മൈ ലൈഫ് ഈസ് എ ടോട്ടൽ ഫെയിലിയർ, അശോക് പറഞ്ഞു. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ് അശോക്. മഠത്തിലെ എൻ്റെ ജീവിതവും ഒരനുഭവമായിരുന്നു. തെറ്റായ സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടതെന്നറിഞ്ഞപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഞാനിനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. ആൻറ്റി എന്നെ അടിച്ചു പുറത്താക്കിയാലല്ലാതെ. അയാൾ ഒന്ന് ചിരിച്ചു. ആൻറ്റി ഉറങ്ങിക്കഴിഞ്ഞു. കിടന്നാലുടൻ മമ്മ ഉറങ്ങും. മേരിയും ഉറങ്ങി. കൂർക്കാമലി കേട്ടിട്ടാ ഞാൻ വന്നേ. അശോക് ഒന്നും മിണ്ടിയില്ല. ഉണർന്നിരിക്കുന്നവർ നമ്മൾ 2 പേരും മാത്രം. അശോകിന് ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങണം. വെളുപ്പിന് എഴുന്നേൽക്കേണ്ടതാ. കഴിയുന്നത് നേരത്തെ എനിക്ക് പോണം. കിടന്നാലും എനിക്കിനി ഉറക്കം വരില്ല, അവൾ പറഞ്ഞു. ഗുഡ് നൈറ്റ് സ്വീറ്റി. ഗുഡ് നൈറ്റ്. അവൾ മടിയോടെ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. അശോക് വാതിലടിച്ച് ബോൾട്ടിട്ട് ഉറങ്ങാൻ കിടന്നു. പക്ഷേ പെട്ടെന്നൊന്നും അയാൾക്ക് ഉറക്കം വന്നില്ല. രാവിലെ കാതറിനാണ് അയാളെ വിളിച്ചുണർത്തിയത്. അപ്പോൾ നേരം ശരിക്ക് വെളുത്തിട്ടുണ്ടായിരുന്നില്ല. 5 മണിയായി മോനെ. അയാൾ വാതിൽ തുറന്നപ്പോൾ അവർ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. 5 മണിക്ക് വിളിക്കണമെന്ന് അയാൾ തലേരാത്രിയിൽ പറഞ്ഞിരുന്നു. 1 മണിക്കൂറിനകം എനിക്ക് പോണം അമ്മ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാ പോരെ? ഇത്ര നേരത്തെയോ? സാരമില്ല, കഴിക്കാം. പോകാൻ തയ്യാറായി വേഷം ധരിച്ചു വന്നപ്പോഴേക്ക് ഡൈനിങ് ടേബിളിൽ ആവി പറക്കുന്ന വെള്ളയപ്പവും മുട്ട റോസ്റ്റും നിരന്നു കഴിഞ്ഞിരുന്നു. മുട്ട റോസ്റ്റ് എന്റെ സ്പെഷ്യൽ പ്രിപ്പറേഷനാ. എങ്ങനെയുണ്ടെന്ന് നോക്ക്, സ്വീറ്റി പറഞ്ഞു.
നീ മഠത്തിൽ നിന്ന് പഠിച്ച പ്രിപ്പറേഷൻ ആണോ? കളിയായി അശോക് ചോദിച്ചു. അവിടുന്ന് പഠിച്ചതൊക്കെയാണ്, പിന്നെ സൗകര്യം പോലെ പറഞ്ഞുതരാം. കാതറിൻ കാപ്പിയുമായി വന്നു. 6 മണിക്ക് അയാൾ കാറെടുത്ത് പുറപ്പെട്ടു. നീണ്ട യാത്ര. ഹോളിക്രോസ് ഹോസ്പിറ്റലിലെ ഡയറക്ടർ ഡോക്ടർ ക്ലെമന്റ് ലഞ്ച് കഴിഞ്ഞ് അയാളുടെ മുറിയിലെത്തിയപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 3:30 മണിയായിരുന്നു. പെട്ടെന്ന് അയാളുടെ മേശപ്പുറത്ത് ഇന്റർകോം ശബ്ദിച്ചു. അയാൾ റിസീവർ എടുത്തു. യെസ്, ഡോക്ടർ അശോക് സംഗീത് മാത്യു കാണാൻ വന്നിട്ടുണ്ട്, ഓഫീസിലെ സെക്രട്ടറി ജെൻസി പറഞ്ഞു. ഓക്കെ, ലെറ്റ് ഹിം കം. ഡോക്ടർ ക്ലെമന്റിന് ആശ്ചര്യം തോന്നാതിരുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർ അശോക് കാണാൻ വരാറുള്ളൂ. ഫ്ലഷ് ഡോർ തുറന്ന അശോക് അകത്തേക്ക് കയറി. ഗ്ലാസ് ടോപ്പ് ഇട്ട വലിയ മേശയുടെ പിന്നിലെ റിവോൾവിംഗ് ചെയറിൽ ഡോക്ടർ ക്ലെമന്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ, അശോക് അഭിവാദനം ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. അശോക്, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. മേശയുടെ മുന്നിലുണ്ടായിരുന്ന കസേരകളിലൊന്നിൽ അശോക് ഇരുന്നു. ഇന്നലെ ലീവായിരുന്നു അല്ലേ? ഡോക്ടർ ക്ലെമന്റ് ചോദിച്ചു. അതെ ഡോക്ടർ, വീട്ടിൽ നിന്ന് പോയി മമ്മയെ കാണാൻ. ഹൗ ഈസ് യുവർ മമ്മ? ഷീസ് ഫൈൻ. ഞാനിപ്പോ വന്നത്. പറയൂ അശോക്, എന്താണ് കാര്യം? ഞാൻ റിസൈൻ ചെയ്യുകയാണ്, അയാൾ പറഞ്ഞു. ഡോക്ടർ ക്ലെമന്റ് ഞെട്ടലോടെ അയാളെ നോക്കി. വൈ? എന്താ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം? ആർ യു നോട്ട് സാറ്റിസ്ഫൈഡ് ഹിയർ? അതൊന്നുമല്ല ഡോക്ടർ, പ്യുവർലി പേഴ്സണൽ. കയ്യിലിരുന്ന കവറിൽ നിന്ന് രാജിക്കത്തെടുത്ത് അശോക് നീട്ടി. ഡോക്ടർ ക്ലെമന്റ് അത് വാങ്ങി വായിച്ചു. കമ്പ്യൂട്ടറിൽ വൃത്തിയായി ടൈപ്പ് ചെയ്ത കത്തിൽ 2 വരികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വ്യക്തിപരമായ ചില കാരണങ്ങളാൽ. വി നീഡ് 2 months ടൈം, ഡോക്ടർ ക്ലെമന്റ് പറഞ്ഞു. യെസ്, ആ 2 മാസം കഴിഞ്ഞ് പോകാൻ എനിക്ക് പെർമിഷൻ തരണം. ഓക്കെ, ഞാനിത് അടുത്ത ഡയറക്ടർ ബോർഡിൽ പ്രസന്റ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. കൂടുതലൊന്നും പറയാതെ അശോക് എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. ഡോക്ടർ ക്ലെമന്റ് അപ്പോൾ തന്നെ മൊബൈൽ എടുത്ത് ചാൾസ് ലിറോയെ വിളിച്ചു. താൻ ഏതു പള്ളിയിലെ മെഴുകുതിരികൾ കൊളുത്തിയേ? എന്താ ഡോക്ടർ? അതിന് ഫലമുണ്ടായി. കാര്യം അറിഞ്ഞപ്പോൾ ചാൾസ് പൊട്ടിച്ചിരിച്ചു. അന്ന് വൈകുന്നേരം പെട്രോൾ അടിക്കാൻ അയാൾ പീറ്റേഴ്സ് പോണ്ടിലെ പമ്പിലേക്ക് ചെന്നപ്പോൾ അശോക് ഊഴം കാത്ത് കാറിലിരിക്കുന്നുണ്ടായിരുന്നു. ചാൾസ് ഉത്സാഹത്തോടെ കാറിൽ നിന്നിറങ്ങി അയാളുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ അശോക് ഹോളിക്രോസിൽ നിന്ന് പോവുകയാണെന്നറിഞ്ഞു. ഇസ് ഇറ്റ് ട്രൂ? യെസ്. അശോക് മെല്ലെ തലകുലുക്കി. സന്തോഷമുള്ള കാര്യം തന്നെ. അതിനേക്കാൾ സന്തോഷമുള്ളൊരു കാര്യം എനിക്ക് അറിയിക്കാനുണ്ട്. അശോക് അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്റെ മാരേജ് ഫിക്സ് ചെയ്തു. ഇനി ഡേറ്റ് മാത്രം തീരുമാനിച്ചാൽ മതി, ആഹ്ലാദത്തോടെ ചാൾസ് ലിറോയ് പറഞ്ഞു. എന്റെ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് സ്വീകരിക്കുക. പതിഞ്ഞ സ്വരമായിരുന്നു അശോകിന്റേത്. നോ, ഐ ആം 38. 38 വയസ്സ് ഉള്ള ഒരു പുരുഷന് 30 വയസ്സിൽ കുറവുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ പ്രയാസമാണ്. കിട്ടിയാൽ തന്നെ ഡൈവോഴ്സ് ചെയ്തോളോ മറ്റോ ആയിരിക്കും. ചാൾസ് പതിവില്ലാതെ വാചാലനായി. അശോക് ഒന്നും മിണ്ടാതെ കാറിൽ തന്നെ ഇരുന്നതേയുള്ളൂ. ബട്ട് ഐ ആം ലക്കി. അവൾക്ക് വെറും 23. ആദ്യത്തെ മാരേജ്. ഞാൻ ആഗ്രഹിച്ച ബ്രൈഡിനെ തന്നെ എനിക്ക് കിട്ടി. അയാൾ സംസാരിക്കട്ടെ എന്ന് കരുതി അശോക് ഇരുന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പെണ്ണാരാണെന്ന് ഡോക്ടർ എന്താ ചോദിക്കാത്തത്? ശരി, ചോദിച്ചിരിക്കുന്നു. ആരാണ് ലക്കി ഗേൾ? അല്പം ഒരു പരിഹാസത്തോടെ അശോക് അയാളെ നോക്കി. ഏഞ്ചൽ മേരി കോൺവെന്റ് സ്കൂളിലെ ടീച്ചറാണ്. പേര് മെർലിൻ തോമസ്. അശോക് ഞെട്ടുമെന്നാണ് ചാൾസ് വിചാരിച്ചത്. പക്ഷെ അശോകിന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. എന്താ, ഡോക്ടർക്ക് വിശ്വാസം വരുന്നില്ലേ? ചാൾസ് ചോദിച്ചു. ഞാൻ എന്തിനാ വിശ്വസിക്കണം? മെർലിൻ അവൾക്ക് യോജിച്ച ആളെ കണ്ടെത്തി. അതോ മറിച്ചാണോ? എന്തായാലും 2 പേർക്കും എന്റെ ആശംസകൾ. ഡോക്ടർ അഭിനയിക്കാൻ മിടുക്കനാണ്. ഉള്ളിലുള്ള സങ്കടം പുറത്തു കാണുന്നതേയില്ല. അവൾ എനിക്കാണ് വിധിച്ചിട്ടുള്ളത്. ദുഃഖിച്ചിട്ട് കാര്യമില്ല ഡോക്ടർ. ചാൾസ് അയാളെ വീണ്ടും അപഹസിക്കാൻ ശ്രമിച്ചു. അശോക് മെല്ലെ കാലിൽ നിന്നിറങ്ങി. മിസ്റ്റർ ചാൾസ് ലിറോയ്, മെർലിനെക്കുറിച്ച് എനിക്കൊരു മോഹവും ഉണ്ടായിരുന്നില്ല. കാരണം അർഹിക്കാത്തതൊരിക്കലും ഞാൻ ആഗ്രഹിക്കാറില്ല. ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുകയും ചെയ്തു. അതിന് കാരണക്കാരൻ ഞാനാണ്. എന്ത് കാരണം? സംശയത്തോടെ ചാൾസ് അയാളെ നോക്കി. ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. മേലിൽ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഡോക്ടർ അശോകിന് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു മുഖം കൂടിയുണ്ട്. അത് കാണാൻ ഇടവരുത്തിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഭീഷണിയാണോ? അങ്ങനെ വിചാരിക്കുന്നതിലും തെറ്റൊന്നുമില്ല. മെഡിക്കൽ കോളേജിൽ വെച്ച് 3 വർഷം തുടർച്ചയായി ബോക്സിംഗ് ചാമ്പ്യനായിരുന്നു ഞാൻ. ഐ നോ വെയർ ടു ഹിറ്റ് ഹാർട്ട്.
ചാൾസിന്റെ രക്തം തിളച്ചുവെങ്കിലും അയാളൊന്നും പറഞ്ഞില്ല. ഒരു ഏറ്റുമുട്ടലിനുള്ള ധൈര്യം അയാൾക്കില്ലായിരുന്നു. അശോക് ചെറുപ്പമാണ്, ഒത്ത ശരീരവുമാണ്. ഞങ്ങൾ പത്തനംതിട്ടക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, മേലിൽ എന്നോട് കളിക്കാൻ വന്നാൽ അടിനാവിക്കിട്ടൊരു തൊഴി തരിഞ്ഞാൻ. ഇംഗ്ലീഷിൽ നമ്മൾ ഹിറ്റ് ബിലോ ദി ബെൽറ്റ് എന്ന് പറയാറില്ലേ, അത് തന്നെ സംഭവം. പിന്നെ മിസ്റ്റർ ചാൾസ് 1 മാസം ഒഴിച്ചിലും പിഴിച്ചിലും നടത്തേണ്ടി വരും, ഒന്ന് നേരെ നിവർന്നു നിൽക്കാൻ. മൈൻഡ് യു. ദഹിക്കുന്ന മട്ടിൽ അയാളെ ഒന്ന് നോക്കി അശോക് കാലിൽ കയറി ഓടിച്ചുപോയി. ചാൾസിന്റെ മനസ്സിൽ ഒരു സംശയം പുകയായിരുന്നു. മെർലിനും അശോകും തമ്മിൽ തെറ്റാൻ എന്താണ് കാരണം? അവൾ അയാളെയാണോ അതോ അയാൾ അവളെയാണോ ഉപേക്ഷിച്ചത്? ചാൾസ് വേഗം കാറിലേക്ക് കയറി. മൗണ്ടൻ ഗാർഡൻ ടി എസ്റ്റേറ്റിലെ ബംഗ്ലാവിലേക്ക് പോകുന്നതിനു പകരം അയാൾ പെരിവിങ്കൽ കോട്ടേജിലേക്കാണ് വണ്ടി ഓടിച്ചത്. ഹെയർപിൻ വളവുകൾ കയറിയതോടെ എതിരെ ഡിംലൈറ്റ് ഇട്ട് വാഹനങ്ങൾ വന്നതോ മൂടൽമഞ്ഞിന് സാന്ദ്രതയേറിയതോ അയാൾ അറിഞ്ഞില്ല. പെരിവിങ്കിളിന്റെ ഗേറ്റിന് മുന്നിൽ കാർ നിന്നു. കാറിൽ നിന്നിറങ്ങി ചാൾസ് തിടുക്കത്തിൽ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി ചെന്നു. പുറത്ത് ആരുമുണ്ടായിരുന്നില്ല. അയാൾ ഡോർബെല്ലിന്റെ സ്വിച്ചിൽ വിരലമർത്തി. ഉള്ളിൽ മണിനാദം മുഴങ്ങുന്നത് കേട്ടു. അല്പനേരം കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. മെർലിനായിരുന്നു അത്. ചാര നിറത്തിലുള്ള സ്കർട്ടും ഡീപ് ബ്ലൂ നിറത്തിലുള്ള ഫുൾ സ്ലീവ് സ്വെറ്ററുമായിരുന്നു അവളുടെ വേഷം. ആ നേരത്ത് ചാൾസിനെ അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായ അയാളെ കണ്ട് അവളൊന്ന് പകച്ചു. ഗുഡ് ഈവനിങ് മെർലിൻ. ഒട്ടും സൗഹൃദം നിറഞ്ഞതായിരുന്നില്ല അയാളുടെ സ്വരം. ഗുഡ് ഈവനിങ്, യാന്ത്രികമായി അവൾ പറഞ്ഞു. എനിക്ക് മെർലിനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, അതിനാണ് വന്നത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. പ്ലീസ് കമിൻ, അവൾ ക്ഷണിച്ചു. ചാൾസ് അകത്തേക്ക് കയറി. സ്വീകരണമുറിയിലെ ശരറാന്തൽ അപ്പോഴും പ്രകാശം പൊഴിക്കുന്നുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് കയറി വന്നത് മെർലിൻ ഇഷ്ടക്കേടുണ്ടാക്കുമോ എന്ന് അയാൾക്ക് സംശയമായിരുന്നു. ചാൾസ് മെല്ലെ സോഫയിലിരുന്നു. മെർലിൻ ഇരിക്കൂ, അയാൾ പറഞ്ഞു. അവൾ അയാളുടെ എതിർവശത്തുള്ള സെറ്റിയിലിരുന്നു. എനിക്കറിയാനുള്ളത് ഡോക്ടർ അശോകിനെ കുറിച്ചാണ്. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഐ നോ യു ടു എ ഫ്രണ്ട്സ്. ഇപ്പോൾ ഫ്രണ്ട്സ് അല്ലെന്ന് മനസ്സിലായി. നിങ്ങൾക്കിടയിൽ എന്താണുണ്ടായത്? ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് എങ്ങനെയാണ് മനസ്സിലായത്? അവൾ ചോദിച്ചു. ഇന്ന് അയാളെ ഞാൻ കണ്ടിരുന്നു, പീറ്റേഴ്സ് പോയിന്റിലുള്ള പെട്രോൾ പമ്പിൽ വെച്ച്. ഞാൻ അയാളോട് സംസാരിക്കാൻ ചെന്നു. നമ്മൾ മാരീഡാകാൻ പോകുന്ന കാര്യം അറിയിച്ചു. ചാൾസ് ഒന്ന് നിർത്തി. ബാക്കി കേൾക്കാൻ മെർലിൻ ആകാംക്ഷയോടെ കാത്തു. സംസാരിക്കേണ്ടായിരുന്നുവെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ചാൾസ് തെറ്റുപറ്റിയവനെ പോലെ പറഞ്ഞു. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്, അവൾ ആവശ്യപ്പെട്ടു. മെർലിനെ കുറിച്ച് അയാൾ വളരെ മോശമായി എന്നോട് സംസാരിച്ചു. എന്താണ് അശോക് പറഞ്ഞത്? ഹി വാസ് നെവർ യുവർ ഫ്രണ്ട്. ഹി നെവർ വാണ്ടഡ് ടു മാരി യു. നീയാണ് അവന്റെ പിന്നാലെ ചെന്നതെന്ന്, നീ അവനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന്. പെട്ടെന്ന് മെർലിന്റെ കണ്ണുകൾ നനഞ്ഞു. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. വി വെ ഫ്രണ്ട്സ്. മാരേജിനെ കുറിച്ച് ഞാനോ അശോകോ സംസാരിച്ചിട്ടില്ല എന്നത് നേരാണ്. അശോക് പറഞ്ഞ അർത്ഥത്തിൽ ഞാൻ പിന്നാലെ ചെന്നിട്ടില്ല, അവൾ പറഞ്ഞു. യെസ്, ഐ നോ. മെർലിൻ അത്തരമൊരു പെണ്ണല്ലെന്ന് എനിക്കറിയാം. പക്ഷേ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഐ വാണ്ടഡ് ടു കിൽ ഹിം. പക്ഷേ മെർലിന്റെ പേരിൽ സ്ട്രീറ്റിൽ വെച്ച് അങ്ങനെയൊരു തല്ലുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അവൾക്ക് വീണ്ടും കരച്ചിൽ വന്നു. പക്ഷേ അവൾ അതടക്കി. സോറി ഇഫ് ഐ ഡിസ്റ്റർബ് യു. പക്ഷേ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഐ വാണ്ട് ടു നോ ദ ട്രൂത്ത്. ഡോണ്ട് വെറി. അയാൾ ഇനി ഒരിക്കലും മെർലിനെ ശല്യപ്പെടുത്തുകയില്ല. പോകാനായി ചാൾസ് എഴുന്നേറ്റു. മെർലിനും എഴുന്നേറ്റു. ശരറാന്തലിൽ നിന്നുള്ള സ്വർണ്ണ വെളിച്ചം അവളെ ഒരു മാലാഖയെ പോലെ സുന്ദരിയാക്കുന്നുണ്ടോ എന്ന് അയാൾക്ക് തോന്നി. കളങ്കമില്ലാത്ത ഒരു ലില്ലിപ്പൂവ്. അധികം വൈകാതെ അവൾ ഈ കൈകൾക്കുള്ളിൽ. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അയാൾക്ക്. വൺ മോർ തിങ്. ഡോക്ടർ അശോകിനെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. മെർലിൻ ഞെട്ടി. എന്തിന്? മിസ്ബിഹേവിയർ. പേഷ്യൻസിനോട് മോശമായി പെരുമാറിയതിന്. മാനേജ്മെന്റിന്റെ കാല് പിടിച്ച് 1 മാസം കൂടി വർക്ക് ചെയ്യാൻ പെർമിഷൻ മേടിച്ചിരിക്കുകയാണ്. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ചാൾസ് ലിറോയ് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. മെർലിൻ ഒരു പ്രതിമ കണക്കി നിന്നു. ജീസസ്, എന്തൊക്കെയാണ് കേൾക്കുന്നത്? അശോകിനൊരിക്കലും രോഗികളോട് മോശമായി പെരുമാറാൻ കഴിയുകയില്ല. അശോക് ചീത്ത മനുഷ്യനല്ല. അവൾ മൊബൈൽ എടുത്ത് ഫാദർ ഇമ്മാനുവലിനെ വിളിച്ചു. ഫോൺ ബെല്ലടിച്ച് നിന്നതല്ലാതെ ഇമ്മാനുവൽ അച്ഛനെ കിട്ടിയില്ല. ചലിക്കുന്നൊരു പാവയെപ്പോലെ അവൾ അത്താഴമുണ്ടാക്കാൻ കിച്ചണിലേക്ക് പോയി. ഡോക്ടർ അശോകിന്റെ OP അവസാനിപ്പിച്ചപ്പോൾ 7:30ആയി. അയാൾ കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അറ്റൻഡർ സെബാസ്റ്റ്യൻ വന്ന് വാതിലടച്ചു. എല്ലാ ഡോക്ടർമാരും 6 മണി കഴിയുമ്പം പോകും. സാറ് മാത്രം എന്തിനാ ഇത്രയും നേരം ഇരിക്കുന്നേ? അവൻ ചോദിച്ചു. ഒരുപാട് പേഷ്യൻസ് ഉള്ളത് കൊണ്ടല്ലേ സെബി?
ചിരിച്ചുകൊണ്ട് അശോക് പറഞ്ഞു. ജോസഫ് ഡോക്ടർ 2 മിനിറ്റ് കൊണ്ട് പേഷ്യന്റിനെ പരിശോധിച്ച് മരുന്ന് എഴുതിവിടും. സാറാണെ 10 മിനിറ്റ് വരെ എടുക്കും. അതാ കാര്യം. അവൻ കാരണം കണ്ടുപിടിച്ചു. അവരൊക്കെ മിടുക്കരായ ഡോക്ടർമാർ. പേഷ്യന്റിനെ കാണുമ്പോൾ തന്നെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കും. എനിക്കാണേ ഒരുപാട് സമയം വേണം. അത് സാർ ചുമ്മാ പറയുക. എല്ലാവർക്കും സാറിന്റെ അടുത്ത് വരുന്നതാ തൃപ്തി, സെബാസ്റ്റ്യൻ പറഞ്ഞു. അവർ നടന്ന് റിസപ്ഷനിലെത്തി. സാറ് ക്വാർട്ടേഴ്സിൽ ചെന്ന് എന്തോ കഴിക്കും രാത്രിയിൽ? സെബാസ്റ്റ്യൻ ചോദിച്ചു. അപ്പോഴാണ് രാത്രി കഴിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് അശോക് ഓർത്തത്. പോകുന്ന വഴി ബ്രെഡ് മേടിക്കണം. അത് വേണ്ട, സാറിരിക്കി, ഞാൻ ക്യാൻറ്റീനിൽ ചെന്ന് ചൂട് ചപ്പാത്തി മേടിച്ചുകൊണ്ട് വരാം. വേണ്ടെന്ന് പറയും മുമ്പേ സെബാസ്റ്റ്യൻ ഓടി. രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ മുന്നിലെ ഹാളിൽ സന്ദർശകർക്ക് വേണ്ടി നിരത്തിയിട്ടിരിക്കുന്ന കസേരകളെല്ലാം ഒഴിഞ്ഞുകിടക്കുന്നു. അശോക് ഒരെണ്ണത്തിലിരുന്നു. അധികം വൈകാതെ ഈ ഹോസ്പിറ്റലിനോട് യാത്ര പറയും. ഇവിടത്തെ ഡോക്ടർമാരും മറ്റ് സ്റ്റാഫും അന്യരാകും. വീണ്ടും ഈ നാട്ടിലേക്ക് ഒരിക്കലും വരില്ല. എല്ലാം ഒരുപാട് സ്നേഹിച്ചു പോയിരുന്നു. കണ്ണാടിവാതിൽ തുറന്ന് സെബാസ്റ്റ്യൻ പ്ലാസ്റ്റിക് കിറ്റുമായി കയറി വന്നു. ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റുമാണ്. നല്ല ചൂടുണ്ട് സാറേ. അവിടെ ചെല്ലുമ്പോഴേക്ക് തണുക്കും. ഇന്ന് മഞ്ഞ് കൂടുതലാ. അവന്റെ സംസാരത്തിൽ വിറയലുണ്ടായിരുന്നു. താങ്ക് യു സിബി, നാളെ കാണാം. സെബാസ്റ്റ്യൻ പറഞ്ഞത് ശരിയാണെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അശോകിന് മനസ്സിലായി. കോച്ചുന്ന തണുപ്പ്. കാറിൽ കയറി പാസഞ്ചർ സീറ്റിൽ അയാൾ ക്യാരി ബാഗ് വെച്ചു. ക്വാർട്ടേഴ്സിലേക്ക് 2 കിലോമീറ്റർ ദൂരം. മലഞ്ചെരുവിലൂടെയുള്ള യാത്ര രസകരമാണ്. ശരിക്കും ആസ്വദിച്ചിരുന്നു ആ ഡ്രൈവ്. ആ സന്തോഷവും അവസാനിക്കാൻ പോകുന്നു. അയാൾ ചെന്നപ്പോൾ ക്രിസ്റ്റീസ് കോട്ടേജ് ഇരുളിലായിരുന്നു. കാറിന്റെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാതെ ഇറങ്ങിച്ചെന്ന് അയാൾ താക്കോലെടുത്ത് മുൻവാതിൽ തുറന്നു. ചൂടുവെള്ളത്തിൽ കുളിച്ച് വേഷം മാറി ചപ്പാത്തിയും ചിക്കനും കഴിച്ചു കഴിഞ്ഞ് TV ഓൺ ചെയ്തപ്പോഴാണ് അയാളുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. മമ്മയായിരുന്നു അത്. യെസ് മമ്മ. കഴിച്ചോ നീ? ഉവ്. റെസിഗ്നേഷൻ കൊടുത്തോ? കൊടുത്ത്. വിടാനവർക്ക് മടിയൊന്നുമില്ലല്ലോ. അവർക്ക് വേറെ ഡോക്ടറെ കിട്ടാൻ പ്രയാസമൊന്നും വരത്തില്ല മമ്മ. നീ എന്റെ അടുത്തേക്ക് വരാൻ പോകുവാണല്ലോ എന്നോർക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. വേറൊരു കാര്യം ഓർക്കുമ്പോൾ വലിയ സങ്കടവുമുണ്ട് അശോക്. അമ്മ പറയുന്നത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. മെർലിൻ നിന്നെ തെറ്റിദ്ധരിച്ചല്ലോ മോനെ. സാരമില്ല മമ്മ. ഇനി നമ്മൾ എത്ര ശ്രമിച്ചാലും ആ തെറ്റിദ്ധാരണ മാറില്ല. അവൾ എന്നെ വല്ലാതെ വെറുത്തുപോയി. അതെനിക്കിന്ന് മനസ്സിലായി. അവളെ നീ ഇന്ന് കണ്ടോ? ഇല്ല. പക്ഷേ ഒക്കെ ഞാൻ കാരണമാണ്. അങ്ങനെ പറയരുത്. മമ്മ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുപോട്ടെ, അത്താഴം കഴിഞ്ഞോ? ഇല്ല. സ്വീറ്റി കുളിക്കുന്നു. അവളും കൂടി വന്നിട്ടേ. ഓക്കെ മമ്മ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോനെ. ഫോൺ വെച്ചിട്ട് അശോക് കണ്ണുകളടിച്ചൊരു നിമിഷം ഇരുന്നു. ചാൾസ് ലിറോയുടെ മുഖമാണ് അയാൾക്കപ്പോൾ ഓർമ്മ വന്നത്. പാവം മെർലിൻ. അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അവൾ? പെട്ടെന്ന് മൊബൈൽ ബെല്ലടിച്ചു. ഫാദർ ഇമ്മാനുവലാണ്. ഹലോ ഫാദർ. അശോക് ഇപ്പോൾ എവിടെയാണ്? ക്വാർട്ടേഴ്സിലുണ്ട്. നാട്ടിൽ പോയിട്ട് എപ്പോഴാണ് എത്തിയത്? ഉച്ച കഴിഞ്ഞ്. നാളെ ഒന്ന് കാണാൻ പറ്റുമോ? അശോക് ഒന്ന് ആലോചിച്ചു. വീട്ടിൽ പോയി മമ്മയെ കണ്ട കാര്യം അറിയാനാണ് ഫാദർ ആഗ്രഹിക്കുന്നത്. 5-10 മിനിറ്റ് കൊണ്ട് സംസാരിച്ചു തരികയില്ല. നാളെ എനിക്ക് ഡേ ഡ്യൂട്ടിയാണ്. ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ ഞാൻ ഫ്രീ ആണ് ഫാദർ, അയാൾ പറഞ്ഞു. ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് വരാം. ഓക്കെ. മെർലിൻ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അശോക് ഒന്നും മിണ്ടിയില്ല. വൈകുന്നേരം ചാൾസ് അവളെ കാണാൻ വീട്ടിൽ ചെന്നു. അവൾ വല്ലാതെ ഡിസ്റ്റർബ്ഡാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അശോക്? എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഐ ആം ടോട്ടലി ഹെൽപ്ലെസ് ഫാദർ. ആഗ്രഹിക്കാത്തതെല്ലാമാണ് സംഭവിക്കുന്നത്. വരുന്നതൊക്കെ അനുഭവിക്കാതെ പറ്റില്ലല്ലോ, അശോക് പറഞ്ഞു. നാളെ കാണണം, ഇമ്മാനുവൽ അച്ഛൻ പറഞ്ഞു. ഷുവർ, ഐ വിൽ വെയിറ്റ് ഫോർ യു. വേറൊന്നും സംഭവിച്ചില്ലെങ്കിൽ. അശോക് ഫോൺ വെച്ചു. തണുപ്പിന്റെ കാഠിന്യം വർദ്ധിക്കുകയാണ്. അയാൾ രോമക്കുപ്പായം എടുത്തു ധരിച്ചു. കർട്ടൻ മാറ്റി ജനാലച്ചില്ലകൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ വിളറിയ നിലാവിൽ മാനം മുട്ടി നിൽക്കുന്ന മല കണ്ടു. ഇരുണ്ട മലയുടെ പള്ളയിൽ വളവും തിരിവുമുള്ള ഒരഗ്നിരേഖ. മലയിലെവിടെയോ തീ പിടിച്ചിരിക്കുന്നു. പെട്ടെന്ന് മൊബൈൽ ബെല്ലടിച്ചു. അശോക് ചെന്ന് അതെടുത്തു നോക്കി. ഹോളി ക്രോസ് ഹോസ്പിറ്റലിന്റെ നമ്പറായിരുന്നു അത്. ഹലോ, ഐ ആം ഡോക്ടർ സുരേഷ്. അശോകിന്റെ പേഷ്യന്റ് ആ സിനിമോളില്ലേ? പെട്ടെന്ന് അതിന്റെ BP വളരെ ലോ ആയി. ആൻഡ് ഹെർ പൾസ് റേറ്റ് ഈസ് ഡേഞ്ചറസ്ലി ഗോയിങ് ഡൗൺ. അശോക് ഞെട്ടിപ്പോയി. 5 വയസ്സുള്ള സിനിമോൾ എന്ന ഓമനത്തമുള്ള പെൺകുട്ടിയുടെ മുഖം അയാളുടെ ഓർമ്മയിലേക്ക് വന്നു. ഒരാഴ്ച മുന്നാണ്
മഞ്ഞപ്പിത്തം ബാധിച്ച് ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തത്. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. 2 ദിവസത്തെ ലീവ് കഴിഞ്ഞുവെന്ന് ഇന്ന് അവളെ കണ്ടതാണ്. റൗണ്ട്സിന് ചെന്നപ്പോൾ മയക്കത്തിലായിരുന്നു. താൻ ചികിത്സിച്ച ഒരു രോഗിയും ഇതുവരെ മരിച്ചിട്ടില്ല. സിനിമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ പേരുദോഷത്തോടെ വേണ്ടിവരും ഹോളിക്രോസിന്റെ പടിയിറങ്ങിപ്പോകാൻ. ഞാനിതാ വരുന്നു. ഡോക്ടർ വന്നിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഫോൺ പെട്ടെന്ന് കട്ടായി. വാതിൽ പോലും അടയ്ക്കാൻ നിൽക്കാതെ അശോക് കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അയാൾ ചെന്നപ്പോൾ റിസപ്ഷനിൽ സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സെബാസ്റ്റ്യന്റെ മുഖം മ്ലാനമായിരുന്നു. സാറേ, നമ്മുടെ സിനിമോൾ. അശോകിനെ കണ്ടപ്പോൾ ഗദ്ഗദത്തോടെ സെബാസ്റ്റ്യൻ പറഞ്ഞു. ഹോളിക്രോസിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു ആ കൊച്ചു പൂമ്പാറ്റ. സിനിമോൾ പോയോ സിബി? ആന്തലോടെ അശോക് ചോദിച്ചു. ഇല്ല. പക്ഷേ അശോക് ഐസിയിലേക്ക് പാഞ്ഞു. അവിടെ വാതിലിന് വെളിയിൽ ഒരാൾക്കൂട്ടമുണ്ടായിരുന്നു. സിനിമോളുടെ ബന്ധുക്കളും ഹോസ്പിറ്റലിലെ പരിചയക്കാരും. എല്ലാവരെയും തള്ളിമാറ്റി അശോക് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ചെന്നു. സിനിമോളുടെ ചുറ്റും ഡോക്ടർ സുരേഷും ഡോക്ടർ നിർമ്മലയും 4-5 നഴ്സുമാരും ഉണ്ടായിരുന്നു. വെന്റിലേറ്ററിലായിരുന്നു സിനിമോൾ. മീനുകൾ രണ്ടും പൂട്ടി വിളറിയ മുഖവുമായി. ആ, ഡോക്ടർ അശോക് വന്നല്ലോ. അയാളെ കണ്ട് ഡോക്ടർ സുരേഷ് ആശ്വാസത്തോടെ പറഞ്ഞു. ഹൗ ഷീ? അശോക് ചോദിച്ചു. നോട്ട് റെസ്പോണ്ടിങ് ടു മെഡിസിൻസ്. ഡോക്ടർ നിർമ്മലയാണ് മറുപടി പറഞ്ഞത്. കിഡ്നി ഫെയിലിയർ ഇപ്പോഴാണ് ഡിറ്റക്ട് ചെയ്തത്. വിദൂരതയിൽ നിന്നെന്ന പോലെ ഡോക്ടർ സുരേഷിന്റെ വാക്കുകൾ. 1-2 മണിക്കൂറുകൾക്കുള്ളിൽ സിനിമോൾ. കുട്ടിയെ നമുക്ക് വാർഡിലേക്ക് മാറ്റാം ഡോക്ടർ. അതിന്റെ ഡാഡിയും മമ്മിയും ബന്ധുക്കളും ഒക്കെയുണ്ട് വെളിയിൽ. പ്രിയപ്പെട്ടവരുടെ സമീപത്തിൽ അതിന്റെ അന്ത്യം സംഭവിക്കട്ടെ. അതുമാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം, ഡോക്ടർ നിർമ്മല പറഞ്ഞു. 7 വയസ്സുള്ള ഒരു മകന്റെ അമ്മയാണ് ഡോക്ടർ നിർമ്മല. ഡോക്ടർ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ വാർഡിലെത്തും മുമ്പേ അവൾ. അശോക് പെട്ടെന്ന് എടുത്തു. അയാൾ പറയുന്നത് ശരിയാണെന്ന് ഡോക്ടർ നിർമ്മലയ്ക്ക് ഓർമ്മ വന്നു. അശോക് വാച്ചിൽ നോക്കി. മണി 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഈ രാത്രി കടന്നു കിട്ടിയാൽ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് എന്തുകൊണ്ടോ അയാൾക്ക് തോന്നി. പക്ഷേ അടുത്ത 7-8 മണിക്കൂർ. അയാൾ കേസ് എടുത്തു നോക്കി. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പെട്ടെന്ന് തലയ്ക്കുള്ളിൽ വെറുതെ ഒരു തോന്നലുണ്ടായി. ഒരവസാന ശ്രമം കൂടി, ഒരു ഭാഗ്യപരീക്ഷണം, ഒരു ഇഞ്ചക്ഷൻ. ഡോക്ടർ സുരേഷും ഡോക്ടർ നിർമ്മലയുമായി അയാൾ ചർച്ച ചെയ്തു. ആ സ്റ്റേജെല്ലാം കടന്നുപോയില്ലേ അശോക്? എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഒന്ന് ട്രൈ ചെയ്തതിൽ തെറ്റില്ല, ഡോക്ടർ സുരേഷ് പറഞ്ഞു. ഈ അവസരത്തിൽ ഏത് കച്ചിത്തുരുമ്പിലും നമ്മൾ പിടിക്കണം. അതായിരുന്നു ഡോക്ടർ നിർമ്മലയുടെ അഭിപ്രായം. അശോകിന്റെ നിർദ്ദേശമനുസരിച്ച് ഡ്യൂട്ടി നഴ്സ് അപ്പോൾ തന്നെ സിനിമോൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു. ഡോക്ടർ നിർമ്മല യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ഡോക്ടർ സുരേഷ് ഡ്യൂട്ടി റൂമിലേക്കും പോയി. അശോക് സിനിമോളുടെ അടുത്ത് ഒരു കസേര നീക്കിയിട്ടിരുന്നു. 1 മണിക്കൂർ കാത്തിരുന്നിട്ടും അവളുടെ അവസ്ഥയ്ക്ക് ഗുണപരമായ ഒരു മാറ്റവും ഉണ്ടായില്ല. അയാൾ മെല്ലെ ഐസിയുവിൽ നിന്നിറങ്ങി. വെളിയിൽ കാത്തിരുന്ന 2-3 ബന്ധുക്കൾ വന്ന് അശോകിനെ പൊതിഞ്ഞു. മോൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഒരു മധ്യവയസ്കൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. ഒന്നും പറയാറായിട്ടില്ല. ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. എന്റെ മോൾ സൂസന്റെ മോളാ സിനിമോൾ. അവളുടെ പപ്പ ദുബായിന്ന് തിരിച്ചിട്ടുണ്ട്. അവൻ വരുമ്പോൾ കുഞ്ഞിനെ ജീവനോടെ കാണാൻ പറ്റുമോ ഡോക്ടറെ? ആ പാവത്തിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനാവാതെ അശോക് മെല്ലെ തിരിഞ്ഞു നടന്നു. മമ്മയോട് ഒന്ന് സംസാരിക്കണമെന്ന് അശോകിന് അപ്പോൾ തോന്നി. മമ്മയാണ് ജീവിതത്തിലെ ആശ്രയം, ആശ്വാസം. കൺസൾട്ടിംഗ് റൂമിൽ ചെന്നിരുന്നിട്ട് അയാൾ മൊബൈൽ എടുത്ത് വീട്ടിലെ നമ്പർ ഡയൽ ചെയ്തു. ബെല്ലടിച്ച് തീരാറപ്പോഴാണ് റിസീവർ എടുക്കപ്പെട്ടത്. ഹലോ, സ്വീറ്റിയായിരുന്നു അത്. അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതെന്ന് സ്വരം കേട്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി. ഞാനാ അശോക്. എന്താ അശോക്, എന്താ ഈ നേരത്ത്? അവൾ പരിഭ്രമത്തോട് ചോദിച്ചു. ഒന്നുമില്ല, മമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. എനി പ്രോബ്ലം? ഇല്ല, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഒരു എമർജൻസി ഉണ്ടായി. അതേക്കുറിച്ച് മമ്മിയോട് പറയാനാണ്. ആന്റി ഉറക്കമാണെന്ന് തോന്നുന്നു, ഞാൻ വിളിക്കാം, അവൾ പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ഉറങ്ങിക്കോട്ടെ. അപ്പോൾ കാത്രിന്റെ ശബ്ദം അടുത്ത മുറിയിൽ നിന്നവണ്ണം അയാൾ കേട്ടു. ആരാ സ്വീറ്റി? ഫോണിൽ അശോക ആന്റി. അവനെന്താ ഈ നട്ടപ്പാതിരയ്ക്ക്? വെറുതെ വിളിച്ചതാ. ഇങ്ങോട്ട് തന്നേ ഫോൺ. മമ്മയ്ക്ക് സ്വീറ്റി റിസീവർ കൈമാറുന്ന ശബ്ദം അയാൾ കേട്ടു. എന്താ അശോക്? സിനിമകളെക്കുറിച്ച് അയാൾ ചുരുങ്ങിയ വാക്കുകളിൽ കാതറിനോട് പറഞ്ഞു. എന്റെ അറിവ് വെച്ച് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല മോനെ, ഒന്നൊഴിച്ച്, കാതറിൻ പറഞ്ഞു. എന്താണത്? ആകാംക്ഷയോടെ അശോക് ചോദിച്ചു. ദൈവത്തോട് അപേക്ഷിക്കണം. അവനാണ് നമ്മുടെയൊക്കെ ഉടയോൻ. അവനറിയാതെ ഒരു കാറ്റ് വീശുകയില്ല, ഒരില വീഴുകയുമില്ല.
മനസ്സിലായി മമ്മ. നാളെ രാവിലെ എന്നെ വിളിക്കണം. അത് ശുഭവാർത്ത പറയാനാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി മമ്മ, ഉറങ്ങിക്കോളൂ. ഫോൺ കട്ട് ചെയ്തിട്ട് അശോക് എഴുന്നേറ്റു. സെബാസ്റ്റ്യൻ അപ്പോൾ മുറിയിലേക്ക് കയറി വന്നു. സാർ, ഫോൺ ചെയ്യുമായിരുന്നത് കൊണ്ട് ഞാൻ വെളിയിൽ നിൽക്കുമായിരുന്നു. കട്ടൻ കാപ്പി വേണോ സാറേ? അവൻ ചോദിച്ചു. വേണ്ട സിബി, പക്ഷെ എനിക്ക് ഒരു കൂട് മെഴുകുതിരി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അവൻ അയാളെ ഒന്ന് പകച്ചു നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങിപ്പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ കയ്യിൽ ഒരു പാക്കറ്റ് മെഴുകുതിരിയും തീപ്പെട്ടിയുമായി സെബാസ്റ്റ്യൻ പ്രത്യക്ഷപ്പെട്ടു. ഒന്നും ചോദിക്കാതെ അവൻ അത് അശോകിനെ നീട്ടി. ഒന്നും പറയാതെ അയാൾ അത് കൈനീട്ടി വാങ്ങി. ഹോളിക്രോസ് ഹോസ്പിറ്റലിനോട് ചേർന്ന് ഒരു ചെറിയ ചാപ്പലുണ്ടായിരുന്നു. അശോക് അവിടേക്ക് ചെന്നു. ചെറിയ ഹാളായിരുന്നു അത്. അങ്ങേയറ്റത്ത് ഒരു രൂപക്കൂടുണ്ടായിരുന്നു. രൂപക്കൂടിന് മുന്നിൽ അശോക് മെഴുകുതിരി മുഴുവൻ കൊളുത്തി നാട്ടി. ജീസസ്, സിനിമോളെ തിരിച്ചു വിളിക്കരുതേ. അവളെ അവളുടെ അപ്പനമ്മമാർക്ക് കൊടുക്കണമേ. അവളെ ലോകം കാണാൻ അനുവദിക്കണമേ. അശോക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ഉരുകിയ മെഴുകു തെളിഞ്ഞ കണ്ണുനീർ തുള്ളികൾ പോലെ താഴേക്ക് ഒഴുകിയിറങ്ങി. ഉച്ചയ്ക്ക് ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് മെർലിൻ ടീച്ചേഴ്സ് റൂമിൽ എത്തിയപ്പോൾ സിസ്റ്റർ ടെസയും എമ്മയും ഉണ്ടായിരുന്നു അവിടെ. അവളെ കണ്ടവർ പെട്ടെന്ന് സംസാരം നിർത്തി. രണ്ടുപേരും അവളുടെ മുഖത്തേക്ക് നോക്കി. മെർലിൻ ആരെയും ശ്രദ്ധിക്കാതെ അവളുടെ സീറ്റിൽ ചെന്നിരുന്നു. സിസ്റ്റർ ടെസ മെല്ലെ എഴുന്നേറ്റ് മെർലിന്റെ അടുത്തേക്ക് ചെന്നു. മെർലിൻ, അവൾ മുഖമുയർത്തി സിസ്റ്റർ ടെസയെ നോക്കി. മാരേജ് ഫിക്സ് ചെയ്തിട്ട് ഞങ്ങളോട് എന്താ പറയാഞ്ഞത്? സിസ്റ്റർ ചോദിച്ചു. മാരേജോ? ആരുടെ? ഞെട്ടലോടെ അവൾ അവരെ നോക്കി. മൗണ്ടൻ ഗോൾഡൻ സ്റ്റീയറ്റ്സിന്റെ ഉടമ ചാൾസ് ഹീറോയുമായി മെർലിന്റെ മാരേജ് തീരുമാനിച്ചില്ലേ? സിസ്റ്റർ അമ്മ എഴുന്നേറ്റ് വന്ന് അവളോട് ചോദിച്ചു. മെർലിന്റെ മുഖം വിളറി. ആര് പറഞ്ഞു ഇക്കാര്യം? കേട്ടത് സത്യമാണോ? സിസ്റ്റർ ടെസ ചോദിച്ചു. മറുപടി പറയാതെ അവൾ തലകുനിച്ചു. ഓഫീസിലെ ശെൽവരാജാണ് പറഞ്ഞത്. ചാൾസ് ഹീറോയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്ര പ്രായം കൂടി ഒരാളെ എന്തുദ്ദേശിച്ചാ മെർലിൻ നീ? കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു സിസ്റ്റർ എമ്മയുടെ വാക്കുകളിൽ. ഫിക്സ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരു പ്രപ്പോസലുണ്ട്. ചിലപ്പോ നടന്നേക്കും, അവൾ വിമ്മിട്ടത്തോടെ പറഞ്ഞു. മാരേജിന് ചാൾസ് നല്ല പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാവും ശെൽവരാജ് അറിഞ്ഞത്. അവൻ സിസ്റ്റർ എമ്മയോടും ടെസയോടും അക്കാര്യം പറഞ്ഞിരിക്കുന്നു. കോളേജിൽ വേറെ ആരോടൊക്കെ അവൻ അറിയിച്ചു കാണും. ഫിക്സ് ആയില്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കണം മെർലിൻ. നിനക്ക് ഒട്ടും മാച്ചില്ല അയാൾ, സിസ്റ്റർ ടെസ പറഞ്ഞു. വാക്ക് കൊടുത്തുപോയി എന്ന് ഇനി എങ്ങനെ ഇവരോട് പറയും? പെട്ടെന്ന് അടുത്ത പീരീഡിനുള്ള ബെല്ലടിച്ചു. അത് കാരണം അവൾ അപ്പോൾ രക്ഷപ്പെട്ടു. ക്ലാസ്സിൽ നിന്ന് ഒരു യന്ത്രത്തെ പോലെ പഠിപ്പിക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. മെർലിൻ മിസ്സിന്റെ മനസ്സ് മറ്റെങ്ങോ ആണെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. പക്ഷെ അവർ നിശബ്ദരായി ഇരുന്നതേയുള്ളൂ. ലാസ്റ്റ് പീരീഡ് കഴിഞ്ഞ് മേശ പൊട്ടി അവൾ കാലിനടുത്തേക്ക് നടക്കുമ്പോഴാണ് ലോറൻസിന്റെ വിളി വന്നത്. എന്താ പപ്പ? അവൾ കോൾ എടുത്തു. ക്ലാസ് കഴിഞ്ഞോ മെർലിൻ? ഉവ്. പോരുമ്പോ കുറച്ച് ഹൽവ മേടിച്ചു കൊണ്ടുവരാമോ? അയാൾ ചോദിച്ചു. വൈ നോട്ട്, ഞാൻ കൊണ്ടുവരാം. ബ്ലാക്ക് ഉണ്ടെങ്കിൽ മതി, വേറെ കളർ ചേർത്തതൊന്നും വേണ്ട. ഓക്കെ. പപ്പ ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ്, തിന്നാൻ കൊതി തോന്നുന്ന കാര്യങ്ങൾ അറിയിക്കും. അവൾ അത് വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കും. പീറ്റേഴ്സ് പോയിന്റിലെ റൊസാരിയോസ് ബേക്കറിയിൽ കറുത്ത ഹൽവ കിട്ടും. പെരുവിങ്കിളിലേക്ക് പോകുന്ന വഴി പീറ്റേഴ്സ് പോയിന്റിൽ എത്തിയപ്പോൾ അവൾ കാർ നിർത്തി. റൊസാരിയോസ് ബേക്കറിയിൽ അപ്പോൾ നല്ല തിരക്കുള്ള സമയമായിരുന്നു. കണ്ണാടിക്കൂടിനുള്ളിൽ പലതരം ഹൽവ ഉണ്ടായിരുന്നു. അവൾ 1/2 കിലോഗ്രാം കറുത്ത ഹൽവ വാങ്ങി. പിന്നെ കശുവണ്ടിപ്പരിപ്പും ഉണക്കമുതിരിയും കണ്ടൻസ്ഡ് മിൽക്കും ഡാൽഡയും. ഒരു കേക്ക് വേണം. പിന്നിൽ പരിചയമുള്ളൊരു സ്വരം കേട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അശോകായിരുന്നു അത്. എന്ത് വലിപ്പം വേണം സാർ? പയ്യൻ ചോദിക്കുന്നു. 1 കിലോ പോരാ, 2ന്റെ ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കൂ. 1 കിലോയുടെ 2 എണ്ണം ആയല്ലോ സാർ. അതായാലും മതി. അപ്പോഴാണ് അശോക് വെറുതെ തിരിഞ്ഞു നോക്കിയത്. നോട്ടം പിൻവലിക്കാനുള്ള സമയം മെർലിന് കിട്ടിയില്ല. 2 പേരുടെയും കണ്ണുകൾ കൂട്ടിമുട്ടി. എന്തിനാണ് ശത്രുക്കളെപ്പോലെ പെരുമാറുന്നത്? അതിന്റെ ഒരാവശ്യവുമില്ല. അയാൾ അവളുടെ അകത്തേക്ക് ചെന്നു. ഹായ് മെർലിൻ. ഹായ്, അവളും പറഞ്ഞു. ഞാൻ ഒരു കേക്ക് വാങ്ങാൻ വന്നതാണ്. എന്താ വിശേഷം? അവൾ ചോദിച്ചു. 5 വയസ്സുകാരി സിനിമോൾ എന്നൊരു പേഷ്യന്റ് ഉണ്ട് എനിക്ക്. ഇന്നലെ രാത്രി അവൾ മരണത്തിലേക്ക് പോയതാണ്. പക്ഷേ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിന്റെ സന്തോഷത്തിന് അവളുടെ വാർഡിലുള്ളവർക്ക് കൊടുക്കാനാണ്, അയാൾ പറഞ്ഞു. മറ്റുള്ളവരുടെ സന്തോഷം മാത്രമാണ് അശോകിന് പ്രധാനം, അല്ലേ? അവൾ ചോദിച്ചു. പലപ്പോഴും അങ്ങനെയാണ്. എന്നിട്ടെന്തിനാണ് എന്നെ കരുതിച്ച് കാണിക്കുന്നത്? ഞാനോ? ഞെട്ടലോടെ അയാൾ ചോദിച്ചു.
നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കാനുള്ള കാരണവും അശോകിനറിയാം. പക്ഷേ ഞാൻ ഒരിക്കലും അശോകിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, പിന്നാലെ വന്നിട്ടുമില്ല. മെർലിൻ, എന്താണ് ഈ പറയുന്നത്? മറ്റുള്ളവരെ സ്നേഹിക്കാനോ വെറുക്കാനോ ഉള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള അവകാശം ആർക്കുമില്ല. മെർലിൻ, അയാൾ വേദനയോടെ വിളിച്ചു. ഞാനൊരു പെണ്ണാണ്. സ്നേഹിക്കുമ്പോൾ പലതും ആഗ്രഹിക്കും, പ്രതീക്ഷിക്കും. അതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മനസ്സിലുള്ളത് ആരോടായാലും നേരിട്ട് പറയാൻ ശ്രമിക്കാറുണ്ട്. അശോകിനോട് എനിക്ക് വെറുപ്പില്ല. പക്ഷെ നമുക്കൊരിക്കലും ഇനി ഫ്രണ്ട്സായി തുടരാൻ സാധിക്കില്ല. എന്റെ മമ്മിയെ മറന്ന് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അവൾ അവിടെ നിന്നില്ല. ബില്ലനുസരിച്ചുള്ള പണം കൊടുത്ത് പാക്ക് ചെയ്തു വെച്ച സാധനങ്ങൾ വാങ്ങി ബേക്കറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വാക്കുകൾക്ക് കടാരിയേക്കാൾ കുത്തി നോവിക്കാൻ കഴിയുമെന്ന് അശോകിന് മനസ്സിലായി. മുറിപ്പെട്ട ഹൃദയവുമായിട്ടാണ് അയാൾ ഹോസ്പിറ്റലിലേക്ക് കാർ ഓടിച്ചത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ ക്യാരി ബാഗ് സെബാസ്റ്റ്യനെ ഏൽപ്പിച്ചു. കേക്കാണ്, അത് പീസാക്കി എല്ലാവർക്കും കൊടുക്കണം. സെബാസ്റ്റ്യൻ ചിരിച്ചു. ഈ ആശുപത്രിയുടെ ചരിത്രത്തിൽ ഒരു ഡോക്ടറും ഇതുപോലെ ചെയ്തിട്ടില്ല. എന്റെ ജീവിതത്തിലും ആദ്യമായിട്ടാണ് സെബി ഇങ്ങനെയൊരു സംഭവം. മരുന്നും മന്ത്രവും മാത്രം പോരാ, ദൈവാധീനവും കൂടി വേണം നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ. കുട്ടികളുടെ വാർഡിൽ ചെന്ന് സിനിമോളെ അശോക് കണ്ടു. അവൾ അയാളെ നോക്കി പുഞ്ചിരിച്ചു. 24 മണിക്കൂർ മുമ്പ് ജീവച്ചവം പോലെ കിടന്ന കുട്ടിയാണ്. അവളുടെ അമ്മ സൂസൻ വന്ന് നിറകണ്ണുകളോടെ അശോകിനെ നോക്കി തൊഴുതു. സംസാരിക്കാൻ അവൾക്ക് വാക്കുകളില്ലായിരുന്നു. അശോക് പിന്നെ അവിടെ നിന്നില്ല. ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തിയപ്പോൾ പുറത്ത് ഇമ്മാനുവലച്ചന്റെ കാർ കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വൈകുന്നേരം വരാമെന്ന് പറഞ്ഞ കാര്യം അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്. കാറിനുള്ളിൽ ഫാദർ ഇമ്മാനുവൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അശോക് ചെന്നപ്പോൾ അദ്ദേഹം വണ്ടിയിൽ നിന്നിറങ്ങി. സോറി ഫാദർ, ഞാൻ 10 മിനിറ്റ് വൈകി. ഏയ് നെവർ മൈൻഡ്, ഞാനല്ലേ പറഞ്ഞ സമയത്ത് എത്തിച്ചത്. 2 മണി കഴിഞ്ഞ് അശോക് ഫ്രീ ആണെന്ന് ഇന്നലെ പറഞ്ഞു. എനിക്ക് വരാൻ സാധിക്കില്ലെന്ന് ഇന്ന് രാവിലെ അറിയിച്ചു. വൈകുന്നേരം 6 മണിക്ക് വരാൻ അശോക് സമ്മതം തന്നു. ഞാൻ വന്ന് ഇത്തിരി വെയിറ്റ് ചെയ്തു. അത്രയല്ലേ ഉള്ളൂ. എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ടി വന്നു. വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. തണുപ്പ് സഹിക്കാൻ വയ്യ. ഞാൻ സ്വെറ്റർ എടുത്തിട്ടുമില്ല. വൈകുന്നേരത്തെ മഞ്ഞിന് പതിവിലുമേറെ തണുപ്പുണ്ടായിരുന്നു. അശോക് വാതിൽ തുറന്നു. 2 പേരും സ്വീകരണ മുറിയിലേക്ക് കയറി. വാതിൽ വീണ്ടും അടച്ചു. 1 കപ്പ് ചൂട് ചായ? അശോക് ചോദിച്ചു. വിരോധമില്ല, ഫാദർ പറഞ്ഞു. അശോക് 2 കപ്പ് ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു. അഭിമുഖമായി അവർ ചായ കുടിച്ചുകൊണ്ടിരുന്നു. മമ്മയെ കാണാൻ പോയിട്ട് എന്തു പറഞ്ഞു? ഫാദർ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടന്നു. ഇനി ഞാൻ എന്തു പറഞ്ഞാലും അതിന് പ്രസക്തിയില്ല ഫാദർ. മെർലിന്റെ മമ്മി ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു. ചികിത്സയിലെ പിഴവായിരുന്നു കാരണം. ഒടുവിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് എന്റെ മമ്മയാണ്. അപ്പോൾ തെറ്റുകാരി മമ്മയാണല്ലോ, അശോക് പറഞ്ഞു. അങ്ങനെയാണ് പലരുടെയും വിശ്വാസം. പക്ഷെ അശോകിന് എന്ത് തോന്നുന്നു? എന്റെ മമ്മ നിരപരാധിയാണ്. കാതറിനിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ ഫാദർ ഇമ്മാനുവലിനോട് പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നു അശോക്. മെർലിനോട് ഞാൻ സംസാരിക്കാം. എല്ലാം കേട്ടുകഴിഞ്ഞ് ഫാദർ പറഞ്ഞു. വേണ്ട ഫാദർ, പ്രയോജനമില്ല. മെർലിന്റെ ധാരണ ഇനി ആർക്കും മാറ്റാൻ പറ്റില്ല. സംശയത്തിന്റെ നിഴൽ എന്തായാലും അവളുടെ മനസ്സിൽ കിടക്കും. ഫാദർ ഒരു നിമിഷം ആലോചിച്ചിരുന്നു. ശരിയാണ് അശോക് പറഞ്ഞത്. രക്തബന്ധത്തിന്റെ ശക്തി അതത്ര നിസ്സാരമല്ല. അതുപോലെ തന്നെയാണ് സ്നേഹബന്ധത്തിന്റെ ശക്തി. ആ ശക്തിയെയാണ് എന്റെ മമ്മയെയും എന്നെയും ബന്ധിപ്പിക്കുന്നത്, അശോക് പറഞ്ഞു. മനസ്സിലാകാത്ത മട്ടിൽ ഫാദർ ഇമ്മാനുവൽ അയാളെ നോക്കി. ഇതുവരെ ഞാനവരോടും പറഞ്ഞിട്ടില്ലാത്ത ഒരു രഹസ്യമുണ്ട്. എന്റെ മമ്മ കാതറിൻ അല്ല എന്നെ പ്രസവിച്ചത്. എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ സാറ എന്നു പേരുള്ള ആ സാധു സ്ത്രീ ഈ ലോകം വിട്ടുപോയി. ഫാദർ ഇമ്മാനുവൽ വിശ്വസിക്കാനാവാതെയിരുന്നു.